ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ഇൻകം ടാക്സ് ഫയലിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു അറിവുമില്ല. കോളേജിൽ പഠിക്കുന്ന എനിക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. CA BCom പോലുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻറ്റിനും ഫൈനാൻഷ്യൽ ലിറ്ററസി അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് യൂറോപ്പിൽ സെറ്റിൽഡ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ചേച്ചിക്ക് IELTS ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെറുപ്പം മുതലേ നമുക്ക് സ്കൂളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലേ? അതെ, എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു. ഈ സീനറി അതേപോലെ തന്നെ വരയ്ക്കാൻ പറ്റിയ ഒരാൾ. പക്ഷേ ചേട്ടൻ പഠിക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ്റെ മാർക്സൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചേട്ടന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചേട്ടൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി അസസ് ചെയ്യാനൊരു ടൂള് ചേട്ടൻ്റെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പോൾ ചേട്ടൻ വരയ്ക്കുന്ന പടങ്ങൾക്കൊക്കെ ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൂൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചുകൂടി മികച്ചതായേനെ. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒത്തിരി ഡ്രോബാക്സ് മാത്രമാണ് എല്ലാവരും പറയാറ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കോമ്പറ്റീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷനെയാണ് നമ്മുടെ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നത്. അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റി അല്ലേ? ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുമുണ്ടോ? എങ്കിൽ കേരളത്തിലെ മുതിർന്ന IAS ഓഫീസറായ ഡോക്ടർ രാജീവ് നാരായണ സ്വാമിയുമായി സംവദിക്കാൻ ഇതാ നിങ്ങൾക്കും ഒരു അവസരം. നിറവ് 2K25-ൽ ദേവമാതയിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ അദ്ദേഹം എത്തുന്നു. സമകാലിക കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ QR കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് അയയ്ക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും.